കൂവപ്പടി ബ്ലോക്കിൽ കേരളോത്സവം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 15 വരെ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. 15-ന് ബ്ലോക്ക് ഹാളിൽ ചേരുന്ന സമാപന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന യുവജന ബോർഡിന്റെയും കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ബ്ലോക്ക് തല കേരളോത്സവം തുടങ്ങി. ശനിയാഴ്ച രാവിലെ ആശ്രമം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള കേരളോത്സവമാണ് ഇന്ന് ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് കലാകായിക രംഗത്ത് മറ്റ് ഗെയിംസുകളിലൊക്കെ കഴിവ് തെളിയിക്കാനും ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു വേദിയായി കേരളോത്സവങ്ങൾ മാറുകയാണ്. വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ കേരളോത്സവത്തെക്കുറിച്ച് ഗവൺമെൻറ് തീരുമാനമെടുത്തത്. എന്നാൽ പോലും എല്ലാ പഞ്ചായത്തുകളും വളരെ പെട്ടെന്ന് തന്നെ കേരളോത്സവങ്ങൾ പൂർത്തിയാക്കി ബ്ലോക്ക് തലത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് 10 വേദികളിലായി 10 ദിവസക്കാലം കൊണ്ട് എല്ലാ മത്സരങ്ങളും സമയബന്ധിതമായി എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ മികവാർന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ന് ക്രിക്കറ്റ് മത്സരമാണ് തുടങ്ങുന്നത്. ആവേശകരമായിട്ടുള്ള വിവിധ മത്സരങ്ങൾ വിവിധ വേദികൾ നടക്കുമ്പോൾ അതിനെല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വളരെ ഭംഗിയായി കേരളോത്സവം സംഘടിപ്പിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പ്രസിഡന്റ് AT അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. മുടപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ബാബു, ബ്ലോക്ക് മെമ്പർമാരായ രാജേഷ് MK, ലതാഞ്ജലി മുരുകൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രതി MG, ജനപ്രതിനിധികളായ മനോജ് തോട്ടപ്പള്ളി, സനൽ T, രജിത ജയ്മോൻ, ജോസ് A പോൾ, വത്സ വേലായുധൻ, അനാമിക ശിവൻ, സുനിത് PS, ഡോളി ബാബു എന്നിവർ പങ്കെടുത്തു. കുറുപ്പമ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ 14, 15 തീയതികളിലാണ് രചനാ മത്സരങ്ങളും മറ്റ് കലാമത്സരങ്ങളും നടക്കുക. ഉദ്ഘാടന ദിവസം ആശ്രമം സ്കൂളിൽ രാവിലെ 9-ന് ക്രിക്കറ്റ് മത്സരം തുടങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ കുറുപ്പമ്പടി MGM സ്കൂളിൽ ഫുട്ബോൾ, ഐമുറി സെന്റ് ആൻഡ് പബ്ലിക് സ്കൂളിൽ ബാസ്കറ്റ്ബോൾ, കൂവപ്പടി മിനി സ്റ്റേഡിയത്തിൽ വോളിബോൾ, താന്നിപ്പുഴ ആദംസ് യുണൈറ്റഡ് ക്ലബിൽ പഞ്ചഗുസ്തി എന്നീ മത്സരങ്ങൾ നടക്കും. 13-ാം തീയതി വൈകിട്ട് 5:30-ക്ക് തുരുത്തിയിലാണ് വടംവലി മത്സരം. മുടക്കുഴ പാണ്ടിക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ ഷട്ടിൽ, MGM സ്കൂളിൽ അത്ലറ്റിക്സ് ആൻഡ് കബഡി, ബ്ലോക്ക് ഹാളിൽ ചെസ് എന്നീ ഇനങ്ങളിലുള്ള മത്സരവും 12, 13, 14 തീയതികളിലായി നടക്കും. ഡിസംബർ 15-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സമാപനം. വൈകിട്ട് 3-ന് ചേരുന്ന സമാപന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ക്രിക്കറ്റ് മത്സരമാണ് ആരംഭിക്കുന്നത്. ഇന്ന് മുതൽ ആരംഭിച്ച് 15-ാം തീയതി അവസാനിക്കാവുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഓരോ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലും ഒന്നാമതെത്തിയ ടീമുകളാണ് നമ്മുടെ ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ജയിക്കുന്ന ഒന്നാമത്തെ ടീമുകളാണ് ജില്ലാ തലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ വീറുറ്റ മത്സരം കാണാൻ കാണികൾക്ക് അവസരമുണ്ടാകും. നാളെ ഫുട്ബോൾ MGM ഗ്രൗണ്ടിൽ ആരംഭിക്കും. അതിനുശേഷം വടംവലി, പഞ്ചഗുസ്തി, ഷട്ടില്, അത്ലറ്റിക്സ് അടുത്ത ശനിയാഴ്ച നടക്കും. MG സ്കൂളിൽ തന്നെ നടക്കും. അതിനുശേഷം കല, ചിത്രരചന അങ്ങനെയുള്ള മത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട MLA എൽദോസ് കുന്നപ്പള്ളി അവർ അന്നേ ദിവസം വൈകുന്നേരം 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. വളരെ ഭംഗിയായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മത്സരങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. മെഡിക്കൽ ടീം അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും വിജയാശംസ നേരുന്നു. മീഡിയ സിറ്റി പെരുമ്പാവൂർ.